തിരുവനന്തപുരം കല്ലമ്പലത്ത് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനത്തിൽ നിന്ന് പണം കവർന്നു. 4 അംഗ സംഘമാണ് പണം കവർന്നത്. 1,70,000 രൂപയാണ് മോഷണം പോയത്. കവർച്ച നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ജിബിൻ JB വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ഇത്രയധികം പണം ഇരുചക്ര വാഹനത്തിൽ വെച്ചാണോ ആളുകൾ പോയത്? ആര്യ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് കല്ലമ്പലം ജംഗ്ഷനിലെ ഫാർമസിക്ക് സമീപം ഈ ഒരു മോഷണം നടക്കുന്നത്. ഈ കല്ലമ്പലം സ്വദേശിയായിട്ടുള്ള നാസിമുദ്ദീൻ അദ്ദേഹം ഒരു ബ്രോക്കറാണ്. അദ്ദേഹത്തിന് വസ്തുവിറ്റതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ കിട്ടിയ പണമാണ് ഈ ഒരു വാഹനത്തിനകത്ത് സൂക്ഷിച്ചിരുന്നത്. ഈ കമ്മീഷൻ തുക ഒരാൾക്ക് കൊടുത്തതിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും അധികം രൂപ അദ്ദേഹം വാഹനത്തിൽ കയറിയത്. അവിടെ നിന്ന് അദ്ദേഹം മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഈ വാഹനത്തിൽ പൈസ വെച്ച ശേഷം പുറത്തേക്ക് പോയപ്പോഴാണ് മറ്റെന്തോ കാര്യത്തിന് വേണ്ടി അവിടെ എത്തി ഈ മോഷണ സംഘം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ അകത്ത് സൂക്ഷിച്ചിരുന്ന ഈ പണം കവർന്നെടുക്കുന്നു. ഇതുമായി സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം, ഈ ഒരു സംഘം തന്നെ സമാനമായ കേസിൽ കഴിഞ്ഞ മാസം നെടുമങ്ങാട് സമാന രീതിയിൽ ഒരു മോഷണം നടത്തിയിരുന്നു. ആ കേസിലും പ്രതികളെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ ഒരു മോഷണ സംഭവവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട പ്രതികളാണ് ഇവരെന്ന ഒരു സംശയത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും കല്ലമ്പലം പോലീസ് ഇപ്പോൾ കേസിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ജീവനപ്പം ആ സമയത്ത് രണ്ടാമത് പുറത്തേക്ക് പോയപ്പോൾ ആ വ്യക്തി ഈ വാഹനം ഉള്ളിൽ വെച്ചപ്പോൾ ലോക്ക് ചെയ്തിരുന്നില്ലേ ആര്യ? അതായത് ഈ നാസിമുദ്ദീൻ ഈ 2 മണിയോട് കൂടി, അതായത് ഈ ഒരു വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള കമ്മീഷൻ തുക കിട്ടിയതിന് ശേഷം ഇദ്ദേഹം കല്ലമ്പലം ടൗണിലേക്ക് വരികയായിരുന്നു. അവിടെ ഇദ്ദേഹം ആദ്യം ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്കുള്ള പണം കൊടുത്തതിന് ശേഷം മറ്റു തുക ഈ ഇരുചക്ര വാഹനത്തിൻ്റെ സ്കൂട്ടറിൻ്റെ അകത്തുള്ള ബോക്സിൽ വെച്ച്, സീറ്റിനടിയിലുള്ള ബോക്സിൽ വെച്ചതിന് ശേഷം ഇദ്ദേഹം പൂട്ടിയതിന് ശേഷമാണ് ഇദ്ദേഹം സമീപത്തുള്ള ഫാർമസിയിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സമയത്താണ് ഇവിടെ ഈ 4 അംഗ സംഘം മറ്റൊരു വാഹനത്തെ ലക്ഷ്യമിട്ട് ഇതേ സ്ഥലത്ത് തന്നെ നിന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ നാസിമുദ്ദീൻ ഈ ഇത്രയും 1.5 ലക്ഷത്തോളം വരുന്ന പണം ഇദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൻ്റെ അകത്ത് വയ്ക്കുന്നത് ഈ സംഘം കാണുന്നത്. പക്ഷേ പൂട്ടിയിട്ട് പോയ വാഹനത്തിനാണ് ഈ CCTV ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ആദ്യം ഒരാളാണ് ഈ സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് എത്തുന്നത്, പിന്നാലെയാണ് മറ്റുള്ളവർ കൂടി എത്തിയതിന് ശേഷം ഈ സ്കൂട്ടറിൻ്റെ അകത്തുള്ള സീറ്റ് തുറക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരെന്തോ ആയുധം, അത് കള്ളത്താക്കോലോ മറ്റെന്തോ ഉപകരണം ഉപയോഗിച്ചാണ് ഈ സ്കൂട്ടറിൻ്റെ ബോക്സ് തുറന്ന് അതിനകത്തിരുന്ന ആ പണം കൈവശപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യ, ശരി, ജീവനാണ് വിവരങ്ങൾ നൽകിയത്.